കാർഷിക വാർത്തകൾ. പരുത്തി കർഷകർക്ക് പ്രതീക്ഷ നൽകുന്ന വില പ്രവചനവുമായി TNAU. വിളവെടുപ്പ് കാലത്ത് പരുത്തിക്ക് കിലോയ്ക്ക് 75 മുതൽ 80 രൂപ വരെ വില ലഭിച്ചേക്കും. പരുത്തി കർഷകർക്ക് ആശ്വാസമായി തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ വില പ്രവചനം. വിളവെടുപ്പ് കാലത്ത് ഗുണമേന്മയുള്ള പരുത്തിക്ക് കിലോയ്ക്ക് 75 മുതൽ 80 രൂപ വരെ വില ലഭിക്കുമെന്നാണ് TNAUയുടെ വിലയിരുത്തൽ. മുൻകാല വിപണി വിലകളുടെ വിശകലനവും വ്യാപാരികളിൽ നടത്തിയ സർവേയുമാണ് പ്രവചനത്തിന് ആധാരം. വിപണിയിലെ വരവ്, ആഭ്യന്തര ആവശ്യകത, ആഗോള പരുത്തി വിപണിയിലെ സാഹചര്യം എന്നിവ വിലയെ സ്വാധീനിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിളവെടുപ്പ് സമയത്ത് ഗുണമേന്മ ഉറപ്പാക്കുകയും പരുത്തി ശരിയായ രീതിയിൽ സംഭരിക്കുകയും ചെയ്താൽ മികച്ച വില നേടാനാകുമെന്നും TNAU നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോള പാൽ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ കയറ്റുമതിയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇനി ഗുണനിലവാരവും ട്രേസബിലിറ്റിയും ഉറപ്പാക്കി കയറ്റുമതി ശക്തമാക്കി മാറ്റാനാണ് നീക്കം. ലോകത്ത് മറ്റൊരു രാജ്യവും ഉൽപ്പാദിപ്പിക്കാത്ത അത്ര പാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ കയറ്റുമതിയുടെ കണക്കെടുക്കുമ്പോൾ ചിത്രം വ്യത്യസ്തമാണ്. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ 1% താഴെ മാത്രമാണ് ആഗോള വിപണിയിലെത്തുന്നത്. ഇന്ത്യൻ ക്ഷീരമേഖലയുടെ കരുത്ത് ചെറുകിട കർഷകരാണ്. എന്നാൽ ഫാമിൽ നിന്ന് വിപണിയിലെത്തുന്നതുവരെയുള്ള നീണ്ട വിതരണ ശൃംഖലയിൽ ഗുണനിലവാരം, കോൾഡ് ചെയിൻ, അവശിഷ്ട നിയന്ത്രണം, ട്രസ്റ്റബിലിറ്റി എന്നിവ വലിയ വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികൾ മറികടക്കുന്നതിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ നിർണായകമാവുന്നു. കർഷകന്റെ ഫാമിൽ നിന്ന് പാൽ ശേഖരിക്കുന്നതു മുതൽ ഗുണനിലവാര പരിശോധന, ഗതാഗതം, ശീതീകരണം, സംസ്കരണം എന്നിവയുടെയെല്ലാം ഓരോ ഘട്ടവും ഡിജിറ്റലായി ബന്ധിപ്പിക്കുകയാണ്. ഇതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യത്തെ ഗുണനിലവാരമുള്ള ക്ഷീര ഉൽപ്പന്നങ്ങളുടെ ആഗോള കയറ്റുമതി ശക്തിയാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പഞ്ചസാരയുടെ മൊത്ത വിപണിയിൽ വില കുറയുമ്പോൾ ചില്ലറ വിപണിയിൽ വില കുതിക്കുന്നു. വിതരണ ആശങ്കകളും ഡിമാൻഡുമാണിപ്പോൾ വിപണിയെ സ്വാധീനിക്കുന്നത്. പഞ്ചസാരയുടെ ടെൻഡർ നിരക്കിൽ ക്വിൻ്റലിന് 400 മുതൽ 500 രൂപ വരെ കുറവുണ്ടായിട്ടും റീറ്റെയിൽ വിലയിൽ അതിന്റെ പ്രതിഫലനം കാണാനില്ല. പകരം പല വിപണികളിലും പഞ്ചസാര വില റെക്കോർഡ് ഉയരത്തിലാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ റീറ്റെയിൽ വില 15% ഉയർന്ന് ഓഗസ്റ്റ് 20 ശരാശരി കിലോയ്ക്ക് 55 രൂപ 70 പൈസയിലെത്തി. ഡൽഹിയിൽ വില 60 രൂപ കടന്നു. കരിമ്പ് ഉൽപ്പാദനത്തിലെ കുറവ്, മഴയിലെ വ്യതിയാനം, വിപണിയിലെ സ്റ്റോക്കിംഗ് ആശങ്കകൾ എന്നിവയാണ് വിലയുയരാനുള്ള പ്രധാന കാരണങ്ങൾ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1 മില്യൺ ടൺ അസംസ്കൃത പഞ്ചസാര ഡ്യൂട്ടി രഹിതമായി ഇറക്കുമതി ചെയ്യാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. കൂടാതെ ബൾക്ക് ഉപഭോക്താക്കളുടെ സ്റ്റോക്ക് പരിധിയും വെട്ടിക്കുറച്ചു. എന്നാൽ പുതിയ ക്രഷിംഗ് സീസൺ ആരംഭിക്കുന്നതുവരെ വില എത്രത്തോളം താഴേക്ക് വരും എന്നതാണ് ഇനി വിപണി ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.